എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അസാധ്യ രുചിയിൽ പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാം പരിപ്പാണ്. അത് ഞാൻ അടുപ്പത്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേകുന്ന പരിപ്പാണ്, ചുവന്ന കളറിലുള്ള പരിപ്പാണ്. അതൊന്ന് തിളച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് വേവ് കുറവുള്ള പരിപ്പാണ്. ചുവന്ന കളറിലെ പരിപ്പില്ലേ, അതാണിത്. അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഗ്യാസിലൊക്കെ വെക്കുന്നവർക്കാണെങ്കിൽ എളുപ്പമാണ്. കുക്കറിൽ വെക്കാതെ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തക്കാളി, പിന്നെ ഒരു 3 വെളുത്തുള്ളി അല്ലി, 3 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉള്ളി ചെറുതായിട്ട് കടുക് പൊട്ടിക്കാനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് പിന്നെ 2 വറ്റൽമുളക് കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച്, ചട്ടി ഇപ്പോൾ ചൂടായി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ വെച്ചതാണ്, മൺചട്ടിയല്ലേ, പെട്ടെന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാനൊരല്പം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാം. വെളിച്ചെണ്ണ തന്നെ ഇതിനെടുക്കണം, അതാണ് ഇത് കറിയുടെ ടേസ്റ്റ്. ഇനി നമുക്കിത് പുതിയ ചട്ടി ആയതുകൊണ്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എണ്ണ നമുക്ക് ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആകുന്നതിന് വേണ്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ ചട്ടി ഈ ചൂടായി നിൽക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ മൺചട്ടി അടുപ്പത്ത് വയ്ക്കുമ്പോൾ നമ്മൾ നന്നായി ചൂടാകുന്നതിന് മുമ്പ് തന്നെ എണ്ണ ഒഴിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വട്ടത്തിൽ തന്നെ അരിയുന്നതാണ് ഇതിൻ്റെ ഭംഗി. കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലിങ്ങനെ പൊങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുകൊണ്ട് വട്ടത്തിലരിഞ്ഞാണ് ഞാൻ ഇടാറുള്ളത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം വെളുത്തുള്ളി കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഈ പരിപ്പ് കറിക്ക് വെളുത്തുള്ളി, ജീരകം, ഇതൊക്കെയാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇതൊന്നും മിസ്സായി പോകരുത്, ഇത് ചേർക്കുക തന്നെ വേണം. ഇതൊന്ന് മൂത്ത് വന്നുകൊള്ളട്ടെ. ഒരുപാട് ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് എടുത്തത് അതും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇതും കൂടി എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് എണ്ണയ്ക്കകത്ത് വഴന്ന് തന്നെ വേണം ഇത് വെന്തെടുക്കാൻ. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. ചിലർ ഉള്ളിയുടെ കൂടെ തന്നെ, പരിപ്പിൻ്റെ കൂടെ തന്നെ ഉള്ളി ചേർത്ത് വേകാറുണ്ട്. പക്ഷേ അതിലും നല്ല ടേസ്റ്റാണ് കറി ഇങ്ങനെ വെച്ചാൽ. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ ഉള്ളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ കറിവേപ്പിലയുടെ തണ്ടൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ മീനൊക്കെ കറി വെക്കുന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലയുടെ തണ്ടിട്ട് കറി വെക്കുമല്ലോ. ഇതിൻ്റെ തണ്ടൊക്കെ വെന്തിറങ്ങുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിതിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയുടെ പകുതി കൂടി ചേർക്കുന്നുണ്ട്. ഇത് പരിപ്പ് കറിയിൽ ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ തേങ്ങ അരയ്ക്കാത്തത് കൊണ്ട് ജീരകത്തിൻ്റെ പൗഡറാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിത് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. എല്ലാവരും പറയാറുണ്ട് പരിപ്പ് കറി വെച്ചാൽ രാത്രിയാകുമ്പോഴത്തേക്ക് അത് വളിച്ചു പോകും അല്ലെങ്കിൽ കൊള്ളുകയില്ല എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. ഈ വെള്ളം ഒഴിക്കുന്നത് പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് കറി വയ്ക്കുക. അതുപോലെ തന്നെ പരിപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം കറി വാങ്ങി വെക്കുക. ഇതിപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നൊരു കാര്യം, തേങ്ങ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ചിട്ട് വാങ്ങി വെച്ചാൽ ഈ കറി ഒരിക്കലും രാത്രി വരെ ഇരുന്നാലും വളിച്ചു പോകത്തില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അരച്ച് ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ കറിക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം. ഇപ്പോൾ തിള കയറി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ നെയ്യാണ്. നെയ്യ് ചേർത്ത് പരിപ്പ് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു പരിപ്പ് കറി വെച്ചതിനകത്ത് ഞാൻ ഇതുപോലെ നെയ്യ് ചേർത്ത് തന്നെയാണ് കറി വെച്ചിരിക്കുന്നത്. എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുമത്. നെയ്യ് ചേർത്താൽ അസാധ്യ രുചിയാണ് പരിപ്പ് കറിക്ക്. ഇനി ഞാനിതിലേക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ എപ്പോഴും കലക്കുന്നത് ചൂടുവെള്ളത്തിലായിരിക്കണം. ഒരാൾ ചോദിച്ചു ഈ മിൽക്ക് പൗഡർ എങ്ങനെയാണ് കലക്കിയെടുക്കണമെന്ന്. അപ്പോൾ ആ ആളും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ചൂടുവെള്ളത്തിൽ വേണം മിൽക്ക് പൗഡർ കലക്കിയെടുക്കേണ്ടത്. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് ചൂടായി നിൽക്കുന്നത് കൊണ്ട് ഇത് ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. ഈ കറിക്ക് മല്ലിയില ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്.
ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിന്. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണം. ഇതൊന്ന് അടച്ചു വയ്ക്കാം ഒരു 2 മിനിറ്റ്. ഈ നെയ്യൊക്കെ ഒന്നാകുന്നത് വരെ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ഉപകാരപ്രദമെന്ന് തോന്നിയാൽ. പിന്നെ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും